ഈ അൽഫാം ലവേഴ്സിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുക. ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർബിക്യൂ എന്നാണ് ഇതിനെ പറയുന്നത്. ബാർബിക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. മീൻസ് അൽഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. നമുക്ക് ഗ്രില്ല് നമുക്ക് സെപ്പറേറ്റ് മാറ്റാം. ഈ കോയിൽ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പൊക്കി മാറ്റാം. ഇതങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഒരു ലാവാ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്. അത് ഇതിനകത്ത് ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കൂടെ വരുന്നതാണ്. അത് ഇതിനകത്ത് ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ കോയിൽ ഇതിൻ്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ടാണ് ഈ ഒരു അതിൻ്റെ മുകളിൽ ഈ ഗ്രില്ലിൻ്റെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്, അൽഫാം ഒക്കെ ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതിൻ്റെ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ ലാവാ സ്റ്റോണിലേക്ക് വീണിട്ട് അഴുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേ നമുക്ക് പൊക്കിയെടുക്കാം. കണ്ടാ, ഈ ഒരു ട്രേ നമുക്ക് പൊക്കിയെടുത്ത് തിരിച്ച് നമുക്ക് വാഷ് ചെയ്തിട്ട് അതേപോലെ തന്നെ എടുത്ത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ ഈ ലാവാ സ്റ്റോൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിലിനകത്ത് നിന്നുണ്ടാകുന്ന ഹീറ്റിനെ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ലാവാ സ്റ്റോൺ അതിനകത്ത് ഇട്ട് വെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നോബ്. ഇതിനാണ് നമ്മൾ ഓരോ പോയിന്റ് നമ്മളിങ്ങനെ തിരിച്ച് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ബിൽറ്റ് ഇൻ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ചിമ്മിണി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇലക്ട്രിക്കൽ ചിമ്മിണി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.